നിസ്സഹായനായതുകൊണ്ടാണ് അത്രയും ദൂരെ നിന്ന്. അവനിക്ക് നല്ല കാഴ്ചയില്ല, നടക്കാനും കഴിയാനായിട്ട് അവൻ ആരോ പറഞ്ഞു കേട്ട് സൂര്യസ്ഥാനൊക്കെ പോയാൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് കേട്ടിട്ട് അവൻ ഓടി എത്തിയത്. അവനെ മടക്കി നിരാശയായിട്ട് മടക്കി വിടരുത്. നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹാജിറേ, നീ എന്തിനാ കറിയുന്നേ? സന്തോഷം കൊണ്ട്. വഴി ഉണ്ടാവൂടാ, നീ ധൈര്യമായിട്ടിരി. അള്ളാഹു തആല നമ്മളെ സഹായിക്കും കേട്ടാ. ജനങ്ങള് ഇവിടെ വിശാല ഹൃദയമുള്ള മനുഷ്യരിവിടെ ഉള്ളപ്പോ നമ്മൾ തോക്കൂല. അസ്സലാമു അലൈക്കും. ഒരു നിമിഷം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. കാരണം പടച്ചിറപ്പ് നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടാണ് നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ചില ആൾക്കാർക്ക് അത് കിട്ടിയിട്ടില്ല, അതിലൊന്നും അവർ വിലപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്നെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം. കാരണം 10-15ഓളം വർഷം പള്ളിയിലും അതുപോലെ തന്നെ മദ്രസയിലും എല്ലാം ജോലി ചെയ്ത മുഹാജർ എന്ന് പറയുന്ന യതീമായ ഒരു മനുഷ്യന് ഇന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കുറവാണ്. അദ്ദേഹത്തിന് 2 ജോലിയും ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളൊക്കെ പടച്ച തമ്പുരാനോട് 100 പ്രാവശ്യം ശുക്ർ ചെയ്യണം. കാരണം നമുക്ക് കണ്ണിന് ഈ ലോകത്തെ കാണാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ കാലിന് നടക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 4 നേരം നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു ദിവസം നിങ്ങൾ മീൻ വാങ്ങുന്ന പൈസയിൽ നിന്ന് 100 രൂപയ്ക്കാണ് നിങ്ങൾ മീൻ വാങ്ങുന്നത് എങ്കിൽ അതിൽ 50 രൂപ മാറ്റിവെച്ച് ഈ മുഹാജറിന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ നന്മയായിരിക്കും. അത്രയ്ക്കും അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ അതൊരു താങ്ങായി മാറും. ആ വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും എന്നോട് കരഞ്ഞുപോയി. തീർച്ചയായിട്ടും ഇത് നിങ്ങളും കാണണം. കാരണം നമ്മുടെ സമൂഹത്തിലും ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നമുക്ക് വീടില്ല, കാറില്ല, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് പടച്ച റബ്ബിൽ ലഭിച്ചതായ തമ്പുരാൻ ആഫിയത്ത് തന്നിട്ടുണ്ട് എങ്കിൽ, നല്ല ആരോഗ്യമുള്ള ശരീരം തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ നമ്മൾ 3 പ്രാവശ്യം അത് പറയണം. ആ ഒരു വാർത്ത തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. മുഹാജറിൻ്റെ അനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ അൻസാർ സഹരി ഉസ്താദ് നമ്മോട് പറയുകയാണ്. ഒരു വെള്ളിയാഴ്ച സമയത്ത് ജുമയ്ക്ക് മുന്നേ വാതിൽ വന്ന് മുട്ടിയപ്പോൾ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ഒരു യതീമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആരോ പറഞ്ഞു കേട്ടതനുസരിച്ച് സഹരി ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എനിക്ക് നിങ്ങൾ ലൈക്കും ഷെയർ ഒന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ മുഹാജറിന് അത് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്ക് ഒരു താങ്ങാവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമുക്ക് ആ മുഹാജറിൻ്റെ ആ വാക്കുകളും ഉസ്താദിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ജുമുഅക്ക് തൊട്ട് മുമ്പ് എൻ്റെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഈ പാവപ്പെട്ട മുഹാജറിനെയാണ്. മുഹാജറിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, കേട്ടു നോക്ക്. അസ്സലാമു അലൈക്കും. സാറേ, എനിക്ക് വാപ്പയൊന്നുമില്ല, യതീമാണ്. മദ്രസയിൽ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഉസ്താദന്മാർക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. 8 വർഷം പള്ളിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒത്തു പോകാത്തത് കൊണ്ട് മദ്രസയിൽ മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ കണ്ണിന് ഒത്തിരി കാഴ്ച കുറവുണ്ട്. അപ്പോൾ അരവിന്ദിൽ പോയി കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. അത് വരുന്ന 12-ാം തീയതി അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈസ്റ്റാൻഡറിനെ കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആളിനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് വീടൊന്നുമില്ല, അനിയൻ്റെ ഇവിടെ താമസം. ഒരുപാട് ഇങ്ങനെ സഹായം ചെയ്യുന്നു. ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ സ്ഥലം തേടി പിടിച്ച് വന്നതാണ്. പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പറഞ്ഞു തന്നു ഇന്ന ആ സ്ഥലത്ത് ഇരിപ്പുണ്ട്, നീ അവിടെ ചെന്നാൽ മതി, അദ്ദേഹത്തിനെ കണ്ടാൽ മതി, അദ്ദേഹം കാര്യമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരുമെന്ന് പറഞ്ഞു. മുഹാജർ പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? മുഹാജറിൻ്റെ ഓരോ വാക്ക് ഞാനിങ്ങനെ ഹിമ വെട്ടാതെ കേട്ട് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു റൂമിലേക്ക് വന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോവാണ്, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്നല്ലേ. എന്നിട്ട് നമ്മുടെ പരാതിയും പരിഭവം അവസാനിക്കുന്നില്ല. മുഹാജറിന് നല്ല കാഴ്ചയില്ല, അതുപോലെ തന്നെ നടക്കാനുമൊക്കെ ചില പ്രയാസങ്ങളുണ്ട്. എൻ്റെ റൂമിലിങ്ങനെ മുഹാജറിൻ്റെ റൂമിലൂടെ ഞാൻ നടക്കുമ്പോഴൊക്കെ എനിക്കത് അനുഭവപ്പെട്ടു. മുഹാജറിൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം, മുഹാജറിൻ്റെ ഒരു വീട് വേണം. മുഹാജറിൻ്റെ അവസരങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഹാജറിന് QR കോഡിൽ അയച്ചു കൊടുത്ത് സഹായിക്കുക. അവൻ അത്രയും നിസ്സഹായനായതുകൊണ്ടാണ് അത്രയും ദൂരെ നിന്ന്. അവനിക്ക് നല്ല കാഴ്ചയില്ല, നടക്കാനും കഴിയാനായിട്ട് അവൻ ആരോ പറഞ്ഞു കേട്ട് സൂര്യസ്ഥാനൊക്കെ പോയാൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് കേട്ടിട്ട് അവൻ ഓടി എത്തിയത്. അവനെ മടക്കി നിരാശയായിട്ട് മടക്കി വിടരുത്. നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹാജറേ, നീ എന്തിനാ കറിയുന്നേ?
സന്തോഷം കൊണ്ട് വഴി ഉണ്ടാവൂടാ, നീ ധൈര്യമായിട്ടിരി. ഇൻഷാ അല്ലാ. അള്ളാഹുത്താല നമ്മളെ സഹായിക്കും കേട്ടാ. തീർച്ചയായും ജനങ്ങള് ഇവിടെ വിശാല ഹൃദയമുള്ള മനുഷ്യർ ഇവിടെ ഉള്ളപ്പോ നമ്മൾ തോക്കൂല കേട്ടോ മുഹാജറെ. ഇല്ല ഇല്ല കണ്ണ് നനഞ്ഞ് ഉസ്താദ് ഏറ്റെടുത്തട്ടാ, നീ കറിയല്ലേ ഉസ്താദ് ഏറ്റെടുത്ത്, ഉസ്താദ് ഏറ്റെടുത്തട്ടാ. ആ കണ്ണ് നനയരുത്. നമുക്ക് ആ കണ്ണിന് കാഴ്ച വേണം. നമുക്ക് ഈ ലോകത്തിന്റെ സുന്ദരമായ കാഴ്ച കാണണം. ഇതൊക്കെ നമ്മള് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വലിയ ആശയമുള്ളതെന്ന് വെച്ചാൽ ഉമ്രയ്ക്കുണ്ടോന്ന് വലിയ ആശയമുണ്ട്. 15 വർഷമായി പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട്. ഇൻഷാ അല്ലാ നിനക്ക് ഉമ്രക്ക് പോകാനുള്ള വഴി ഉണ്ടാകും കേട്ടാ. ഇൻഷാ അല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അലൈഹി സലാം. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തെങ്കിലും സഹായിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു 50 രൂപ എന്ന് പറയുന്നത് ഇനി അതിൽ കുറച്ചായാലും കുഴപ്പമില്ല, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളത് എത്തിച്ചു കൊടുക്കണം. കാരണം അർഹിക്കുന്ന കൈകളിലാണ് സഹായങ്ങൾ എത്തിച്ചേരേണ്ടത്. സുഹൈരി ഉസ്താദ് ഒരാൾ നമുക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ 100% നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹം ആ ഒരു സഹായത്തിന് അർഹനാണ് എന്ന്. തീർച്ചയായിട്ടും ഉസ്താദിനോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോയ ഒരു സമയമാണ്. കാരണം പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് ആഫിയത്ത് നീട്ടിക്കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഇത്തരം സഹായങ്ങൾ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനുമെല്ലാം ഉസ്താദിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിന് ഏറ്റവും കൂടുതൽ ഇന്ന് ശത്രുക്കൾ കൂടി വരുന്നത്. ഒരിക്കലും പടച്ച റബ്ബ് അദ്ദേഹത്തെ തളർത്തുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ എന്നോട് കരഞ്ഞു പോയി. ഈ വീഡിയോൻ്റെ അവസാനം തീർച്ചയായിട്ടും ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ സൈഡിലും QR കോഡ് കൊടുക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്കറിയുന്നവർക്ക് പറ്റുന്നവർക്ക് 50, 100 ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല തുള്ളി പെരുവെള്ളം എന്ന പോലെ ഒരുപാട് ആൾക്കാർ സഹായിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാഴ്ച കിട്ടും. തിരിച്ച് അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നോക്കാനും എല്ലാം സാധിക്കും. വളരെ സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.